ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ചെറിയൊരു ലോക്കൽ മാർക്കറ്റിലേക്കാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. നമുക്ക് ഇന്നൊരു നാളത്തേക്കൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നാരങ്ങ വാങ്ങിക്കാനായിട്ടാണ്. സാധാ ലോക്കൽ മാർക്കറ്റിലോട്ട് പോയിട്ട്, ഇവിടുത്തെ ഏറ്റവും ലോക്കൽ മാർക്കറ്റാണ്, അവിടെ പോയിട്ട് നമുക്ക് നാരങ്ങ വാങ്ങിച്ചോട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതിന് കുറച്ച് ദൂരം ഇങ്ങനെ വഴി കൂടി ഇങ്ങനെ നടക്കണം. നല്ല അടിപൊളി സ്ഥലങ്ങളാണിത് കേട്ടോ. അടിപൊളി സ്ഥലങ്ങളായി കൂടി ഇങ്ങനെ നടന്നു പോകണം. നമുക്ക് അവിടെ മാർക്കറ്റ് അടുത്താണ്, കുറച്ച് വഴി ഇങ്ങനെ നടന്നു പോയാൽ മതി. ഇവിടെ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പോയി മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഞാൻ ഞങ്ങളുടെ ആഫ്രിക്കൻ അമ്മായിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മായി ഇവിടെ കൂടെ വരുന്നുണ്ട്, നമ്മുടെ കൂടെ വരുന്നുണ്ട്. മാർക്കറ്റ് എത്താറായി. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മുടെ ഫ്ലാറ്റ് അടുത്ത് നടന്ന് താഴെ വരാൻ കുറച്ച് ദൂരമേ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പോയി നാരങ്ങയൊക്കെ നോക്കാം. അപ്പോൾ ഇത് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റാണ്. ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ പോയിട്ട് ലോക്കൽ മാർക്കറ്റിലെ തുണിക്കടയും കാര്യങ്ങളുമാണ് ഇത്. നമ്മളിവിടെ കണ്ടിരിക്കുകയാണ്. അപ്പം മാർക്കറ്റ് വന്നിരിക്കുകയാണ്. കപ്പ ഇരിപ്പുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. Kilo lah. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന നാരങ്ങ കഴുകുകയാണ്. കഴുകി വൃത്തിയാക്കി അച്ചാറിനുള്ളതാണ്. നമുക്കത് അച്ചാറിടാനുള്ളതാണ്. അപ്പോൾ അത് കഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വയ്ക്കാം. രണ്ടുപേരും കൂടെ ഞാനിത് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. दे सोलमा ओके दे सोलमा हाला बाबा അപ്പോൾ നമ്മൾ മുളകൊക്കെ നമ്മുടെ സത്യത്തിന് വേണ്ടത് കാന്താരി മുളകാണ്. അപ്പോൾ കാന്താരി മുളക് നമുക്ക് ഇവിടെ കിട്ടാനില്ല. അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ പച്ചമുളക് തന്നെയാണ് ഇടുന്നത്. അവിടെ അവർ നാരങ്ങ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നാരങ്ങ എല്ലാം അരിഞ്ഞു വെച്ച് കഴിഞ്ഞു. അതിനുള്ള കൂട്ടുകളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഓക്കെ. അപ്പോൾ ഹലോ ഗൈസ്, അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാസികളെ സംബന്ധിച്ച് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരിക്കും, ഈ അച്ചാറൊക്കെ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല, കുറച്ച് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അച്ചാർ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. നമുക്കൊരു 2 സ്പൂൺ അഞ്ച് വിനാഗിരി ഒഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ നാരങ്ങ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച്. എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സാധാരണ ഞാനിവിടെ ഇഞ്ചി പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇഞ്ചി കുറച്ച് അല്ലാതെ ഇടുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മുടെ ഒരു ചെറിയ സ്പൂണ്, കുറച്ച് മതി കേട്ടോ. കുറച്ച് ഞാൻ ഇത്ര ഇടുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ
പിന്നെ കുറച്ച് ഉലുവ. അത് നമ്മുടെ കണക്കിനനുസരിച്ച്, ശകലം കൂടി പോരുത്, കഴിക്കും. അച്ചാറിനകത്ത് ഉലുവ വെച്ച് കൂടിയാലും കുഴപ്പമില്ല, വയറിന് നല്ലതാണ്, കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതെന്ന് വെച്ചാൽ ഇത് ഇവിടെ കിട്ടുന്നതാണ്. ഇത് നമ്മുടെ കായപ്പൊടിയാണ്. കായപ്പൊടി ഇവിടുത്തെ അത്ര അല്ലാത്തതുകൊണ്ട് വെച്ചാൽ കൂടുതൽ കിട്ടുന്നാലും കുഴപ്പമില്ല കൈസ്. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുകയാണ്, ശക്കല ഒരു മയത്തിന്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പില കിട്ടാനില്ല കൈസ്. അതുകൊണ്ടാണ് കറിവേപ്പില ഇട്ടാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. കറിവേപ്പില കിട്ടാനില്ല. അപ്പം നമ്മൾ ഉപ്പ് തട്ടിയിട്ടിരിക്കുന്നു. കഴിഞ്ഞു, എടുത്ത് വെച്ചില്ലായിരുന്നു. അപ്പോൾ അതാണ് ശരി. അപ്പോൾ നമുക്ക് അടച്ച് കഴിയാം. അടച്ച് ഇളക്കില്ല, ഇടയ്ക്ക് കഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി മിക്സാക്കി വയ്ക്കാം. അപ്പോൾ അവരത് ചൂടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ, അതിൽ കൂടുതൽ വേണ്ട. നമ്മുടെ കടുകും അതും ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഗൈസ്. കുറച്ച് പെച്ചി മെത്തി കായപ്പൊടിയാണ്, കായം കുറവാണ്. ഓക്കെ ഓക്കെ, അപ്പുറം പെച്ചി മിലാഞ്ചി. അപ്പം അപ്പം നമ്മുടെ ഈസിയായി നമുക്ക് നാരങ്ങ അച്ചാർ, വെള്ള നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ച് നമുക്ക് ഇതൊരു വലിയ ഇതാണ്. എളുപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. അധികം സമയം വേണ്ട. ഓക്കെ, ടൈം ലസ്സി അത്രയും ആരത്തി. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയി പിന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, okay, bye bye. Good.